ദേശീയ മാനവിക വേദി ഈ ഒരു വിഷയം എടുത്തതിൻ്റെ പ്രസക്തി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ പ്രസൻറ്റ് രാഷ്ട്രീയ കാലാവസ്ഥയിൽ അരക്ഷിതരാകുന്നത് ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലല്ലെങ്കിൽ പുറത്ത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. അതിന് പ്രത്യേകിച്ച് ഉദാഹരണങ്ങളൊന്നും നിരത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് ഞാൻ ദളിത് ആദിവാസി സമൂഹത്തെ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഹിന്ദുത്വ ആശയങ്ങളാൽ അവർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അവരും ഹിന്ദുക്കളാണ്, നമ്മളെല്ലാം ഹിന്ദുക്കളാണ് എന്ന ഒരു മൂഢവിശ്വാസത്തിൽ അല്ലെങ്കിൽ മൂഢ ആശയത്തിൽ അവരെ ചേർത്ത് നിർത്തുകയും കൃത്യമായിട്ടും നമ്മൾ ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനിയിലൊക്കെ കണ്ട പോലെ ഒരു ശത്രുപക്ഷത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവുക, ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ മനസ്സിൽ മറ്റൊരു കൂട്ടരോട് വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെപ്പോഴും പറയാം, ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നതിൽ തന്നെ ഒരു തെറ്റുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭൂരിപക്ഷ ജനത മുഴുവനും വർഗീയമല്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളല്ല. അതേപോലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഇപ്പോഴല്ലെങ്കിൽ എല്ലാവരും പീഡിപ്പിക്കപ്പെടാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ പ്രത്യയശാസ്ത്രത്താൽ ഭാവിയിൽ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ എത്രയോ മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജാതി എന്ന ഈവിൾ കേരളത്തിലില്ല എന്ന് നമ്മൾ ബോസ്റ്റ് ചെയ്യും. അത് ഒരു വ്യാജ അഭിമാന ബോധം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെമ്പാടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പെട്ടെന്ന് 2014 വന്ന കാര്യവും അല്ല എന്ന് നമുക്കറിയാം. ജാതി എന്ന ഒരു മനുഷ്യനെ വിഭജിക്കുന്ന ഈ സംവിധാനം ഒരുപക്ഷെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദമായിട്ട് ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുക എന്നുള്ള വളരെ വികലമായിട്ടുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മൾ കാണുന്ന എല്ലാത്തരം അധികാര പ്രയോഗങ്ങളും. ആ രീതിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു അധികാരത്തിലെത്തിയ ആളുകൾക്ക് തൊട്ടു താഴെയുള്ള ആളുകളെ പീഡിപ്പിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് പോലും വാസ്തവത്തിൽ ഈ ഒരു ജാതി സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇത് ജാതി എന്ന് പറയുന്നത് സെമറ്റിക് മതങ്ങളിൽ പോലും അനുഭവപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് സ്വയം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു വലിയ സമൂഹം, ഒരുപക്ഷെ ഈ ദളിത് ആദിവാസി സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം സിദ്ധിക്കുകയും തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്ന വളരെ തെളിഞ്ഞ ധിഷണയുള്ള ധാരാളം പ്രതിഭകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു സമൂഹം ഇപ്പോഴും അറിവില്ലായ്മയിലും അല്ലെങ്കിൽ മൂഢവിശ്വാസങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രകാശ് ദ്വന്ദ് എന്ന് പറയുന്നത് രോഹിത് വെമുലയുടെ കൂടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്നു. വിമുലയോടൊപ്പം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. രോഹിത് വെമുല ഒരുപക്ഷെ വളരെ സോഫ്റ്റ് ഹാർട്ടഡായ ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ദ്വന്ദ് പ്രശാന്തിന് കുറച്ചുകൂടി ഒരുപക്ഷെ മാനസികമായിട്ടുള്ള ബലം ഉണ്ടായത് കൊണ്ടായിരിക്കാം അദ്ദേഹം പൊരുതി നിലനിൽക്കുകയും ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെയുള്ള വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രഭാഷണം നമുക്ക് തരാനും സാധിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 1-2 പോയിന്റ്സ് ഇതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തൊഴിൽ മേഖലയിൽ എങ്ങനെയാണ് അവർ തഴയപ്പെടുന്നത്, സമ്പത്ത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ട് ഉള്ളത്. നമ്മൾ ഈ സമത്വം, നമ്മുടെ ഭരണഘടനയിൽ സമത്വമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതെത്രമാത്രം അപ്രായോഗികമാണ് ഒരു ജാതി നിലനിൽക്കുന്ന സമൂഹത്തിൽ
എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അത് ഒരിക്കലും അത് സാധ്യമാകുന്നില്ല. ഈ ജാതി സംവിധാനം പോകാതെ സമത്വം എന്ന ആശയം ഒരിക്കലും പ്രാക്ടിക്കലി പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ 100 സിംഹാസനങ്ങൾ എഴുതിയ ജയമോഹൻ ആ 100 സിംഹാസനങ്ങൾ തന്നെ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, കളക്ടറായിട്ട് അത് IAS-കാരനായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പരിഹാസത്തിലാണ്, കാരണം നായാടി വംശത്തിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അവിടെയുള്ളത്, അല്ലെങ്കിൽ ഈ ടെസ്റ്റിന് വന്നിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 2 പേര് ഇരിക്കുന്നു, ഒരാൾ ഒരു സവർണനാണ്, ഒരാൾ നായാടിയാണ്. നായാടിയാണ് കുറ്റം ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കും? ന്യായം, കുറ്റം ചെയ്തതെന്നല്ല, ന്യായം സവർണൻ്റെ പക്ഷത്താണ്, മറുവശത്തുള്ളതൊരു നായാടിയാണ്, നിങ്ങളുടെ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളൊരു ചോദ്യം. അതിന് ഇദ്ദേഹം എടുത്തു ചോദിക്കുന്ന വേറൊന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ന്യായം? എന്താണ് ന്യായം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിയമങ്ങളാണോ, അതോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സമ്പ്രദായങ്ങളാണോ? അതാണോ ന്യായം? ഞാൻ അവിടെ അന്യായം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നായാടിയുടെ ഭാഗത്ത് തന്നെ നിൽക്കും. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ നിൽക്കും. അപ്പോൾ എടുത്തു ചോദിക്കുന്നത്, അയാളൊരു കൊലപാതകം നടത്തിയതാണെങ്കിലോ? അപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലം, എങ്ങനെ അയാളൊരു കൊലപാതകിയാകുന്നു എന്ന് ചിന്തിക്കേണ്ട, എങ്ങനെയാണ് സോഷ്യലി അയാൾ ട്രീറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അയാൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് കണക്കിലെടുക്കാതെ നമ്മൾ ന്യായവും നീതിയും നിയമവും ഒന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ന്യായത്തിൻ്റെ ഉള്ളിൽ ഒരു ധാർമ്മികതയുണ്ടോ? ആ ധാർമ്മികത ഇല്ലാത്ത ന്യായമല്ല. ധാർമ്മികത എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമത്വമാണ്. അതുണ്ടോ? അതില്ലാത്തിടത്തോളം കാലം നമുക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ദേശീയ തലത്തിലുള്ള കണക്കുകളും ഒക്കെ പ്രശാന്ത് ദോന്തയുടെ വിവരിക്കുകയുണ്ടായി. കേരളത്തിലേക്കും അദ്ദേഹം തീർച്ചയായിട്ടും വരികയുണ്ടായി. ഞാൻ കേരളത്തിലേക്ക് തന്നെ, എനിക്ക് തോന്നുന്നു ഇവർ 2 പേരും കേരളത്തിൻ്റെ അവസ്ഥയിൽ തന്നെയായിരിക്കും പ്രധാനമായിട്ടും പറയുകയുണ്ടാവുക എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളീയ സമ്പദ് വ്യവസ്ഥ എന്ന് തന്നെയാണല്ലോ നമ്മുടെ ക്യാപ്ഷനും. അപ്പം നമ്മുടെ കേരളത്തെ നോക്കുകയാണെങ്കിൽ ജന്മിത്തവും അയിത്തവും ഒക്കെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു സ്ഥലം. അയിത്തം ഒരുപക്ഷെ കേരളത്തിൽ അത്രമാത്രം ഉണ്ടായിരുന്നു. നമുക്ക് എടുത്തു പറയാറുള്ളത് എപ്പോഴും വിവേകാനന്ദൻ്റെ ഒരു ഫ്രേസാണല്ലോ. അതിനെ പലതരത്തിൽ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അയിത്തം ഏറ്റവും ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടെ നമ്മൾ ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. വളരെ ഉപരിപ്ലവമായി നോക്കിയാൽ കേരളം അത്ര ആധുനികമാണ് അല്ലേ? ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഭൂമിയുടെ കുത്തകാവകാശം, ഹെക്ടർ കണക്കിന് ഭൂമി ജന്മിമാരിൽ ഇപ്പോഴും അപ്പർ കാസ്റ്റിൻ്റെ കയ്യിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിലൊക്കെ നിലനിൽക്കുന്ന പോലെ കേരളത്തിലില്ല. തീർച്ചയായിട്ടും ഇല്ല. അതിൻ്റെ വളരെ എന്താ പറയുക, ഒരു ഉദാഹരണം നമുക്ക് എടുത്തു പറയാൻ പറ്റുക സവർണ സംവരണത്തിനെ പറ്റി അല്ലേ? സവർണ സംവരണം എന്നല്ലേ എന്നെ വിളിക്കുക? അതെ, അതായത് സാമ്പത്തിക സംവരണത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സാമ്പത്തിക സംവരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വെച്ചത് എന്തായിരുന്നു നമുക്കറിയാം. 50 ഹെക്ടർ ഭൂമി, 8 ലക്ഷം വാർഷിക വരുമാനം, 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്. ഇതൊന്നും ഇല്ലാത്തവരൊക്കെ പാവങ്ങളാണ്. കേരളത്തിൽ വരുമ്പോൾ അത് സാധ്യമാകുന്നില്ല. കാരണം ഇവിടുത്തെ അപ്പർ ക്ലാസ്സിന് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും താഴെയാണ്. അത് ഒരു വ്യത്യാസമാണ്, കേരളത്തിൻ്റെ ഒരു വ്യത്യാസം. ആ രീതിയിൽ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇവിടെ 4 ലക്ഷം വാർഷിക വരുമാനവും 50 സെൻറ്റ് ഭൂമി താഴെയുള്ളവർ ദരിദ്രരായിട്ട് കണക്കൂട്ടുകയാണ്. അത് തന്നെ എത്രമാത്രം അന്യായമാണെന്ന് നമുക്കറിയാം. 2 സെൻറ്റിൽ ഭൂമിയിൽ താമസിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യാൻ സ്വന്തം അടുക്കള പൊളിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശത്താണ് 50 സെൻറ്റ് ഭൂമിയുള്ള ആളുകൾ ദരിദ്രരായിട്ട് മാറുന്നത് എന്ന് നമുക്ക്
നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ദൊന്തെ പറഞ്ഞ പോലെ തന്നെ ഭൂപരിഷ്കരണം വന്നു. കേരളത്തിലാണെങ്കിൽ കാർഷിക മേഖല തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? കാർഷിക മേഖല ഇന്നിപ്പോൾ കേരളം ഒരു കാർഷിക സ്റ്റേറ്റ് അല്ല, അല്ലേ? അപ്പോൾ അത് എങ്ങനെ എടുക്കണം, പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ദൊന്തെ പറഞ്ഞു അവർ പുറത്തു വന്നു. പക്ഷെ അവർ ഏത് മേഖലകളിലാണ് ഇന്ന് എന്നുള്ളത്, ഒരു ചൂഷണത്തിൽ നിന്ന് മറ്റൊരു ചൂഷണത്തിലേക്ക്, അസംഘടിത തൊഴിലാളികൾ എന്ന വലിയ ചൂഷണത്തിലേക്ക് ദളിതർ എത്തിച്ചേരുന്നു. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റേജിൽ കാണുന്ന വ്യക്തികളെ പോലെ ഉന്നത നിലയിലെത്തിയവരുണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ജനങ്ങളും നമ്മൾ കാണുന്നത് അസംഘടിത മേഖലകളിൽ വേറെ തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഭൂപരിഷ്കരണത്തിൻ്റെ ഒക്കെ അതിൻ്റെ നല്ല വശങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനെ പറ്റി അഭിമാനിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിലെ നവോത്ഥാനം അധസ്ഥിതർ എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് അധസ്ഥിത വർഗങ്ങളുടെ 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തുടങ്ങിയ മൂവ്മെൻറ്റുകളിലൂടെയാണ് പിന്നീട് അപ്പർ കാസ്റ്റിനും സെമറ്റിക് മതങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ളൊരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകതയെ പറ്റിയുള്ള ചിന്ത തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. എങ്ങനെയാണ് ഈ അധസ്ഥിതർ എന്ന് വിചാരിക്കുന്ന മനുഷ്യരിൽ നിന്നുണ്ടായ ഒരു നവോത്ഥാനം? നമുക്കറിയാം, പൊയ്കയിൽ അപ്പച്ചൻ, അയ്യങ്കാളി, ഇവരൊക്കെ പ്രജാസഭയിൽ അംഗങ്ങളാവാൻ കഴിഞ്ഞവരാണ്. തിരുവിതാംകൂർ പ്രജാസഭയിൽ അവർ അംഗങ്ങളാവുകയും അവരവരുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കുകയും അവർക്ക് ഭൂമി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. രാജാവ് അവർക്ക് ഭൂമിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയത്തിൽ അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ സംവരണം എന്ന് നമ്മളിപ്പോൾ സംവരണം ക്വാളിറ്റി കുറക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എന്താണ് നമ്മൾ എടുത്തു നോക്കിയാൽ, മലയാളി മെമ്മോറിയൽ എന്താണ് മലയാളി മെമ്മോറിയൽ? ബ്രാഹ്മണർക്ക് മാത്രം 4% ബ്രാഹ്മണർക്ക് മാത്രം മെജോറിറ്റി ഉദ്യോഗങ്ങൾ കിട്ടിയിരുന്ന ഒരു പ്രദേശത്ത് കൂടുതൽ ആളുകൾ വിദ്യാസമ്പന്നരായിട്ട് വരുന്നു, അവർക്കൊന്നും റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് സംവരണം കൊടുക്കാൻ സമരത്തിലൂടെ അവകാശം നേടിയെടുത്ത ഒന്നാണ് മലയാളി മെമ്മോറിയൽ. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ അവിടെയും വന്നപ്പോൾ വിദ്യാസമ്പന്നരായ നായർ വ്യക്തികൾക്കാണ് അവിടെയും ഉദ്യോഗം കിട്ടാൻ തുടങ്ങിയത്. കാരണം ഈ കാസ്റ്റിൻ്റെ ഇത് തന്നെ വേറെ എവിടെയും ഇന്ത്യയിൽ ബാക്കിയുള്ളിടത്തൊക്കെ അവർ ശൂദ്രരാണ്. പക്ഷെ കേരളത്തിൽ അവരും സവർണതയുടെ വളരെ ശക്തമായ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നായർ സമൂഹം. അപ്പോൾ അവർക്ക് കിട്ടിയ റെപ്രസെൻറ്റേഷൻ അങ്ങനെ വരുമ്പോൾ ഈഴവർ, ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ വരുന്നു, ഈഴവ മെമ്മോറിയൽ, അവരും സമരം ചെയ്യുന്നു. ഇങ്ങനെയാണ് കേരളം വ്യത്യസ്തമായത്. അപ്പോഴും താഴെയുള്ള കിഴാളർ എന്ന് വിളിക്കപ്പെടുന്ന ദളിത് ആദിവാസി സമൂഹങ്ങൾക്ക് ആ രീതിയിൽ റെപ്രസെൻറ്റേഷൻ ആ സമയത്തും കിട്ടിയിട്ടില്ല. എങ്കിലും കേരളം വ്യത്യസ്തമായിരിക്കുന്നത് ഇത്തരം മൂവ്മെൻറ്റുകളിലൂടെയാണ് എന്നുള്ളത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഗണിച്ചിട്ടാണ് വാസ്തവത്തിൽ സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് സംവരണം കൊടുക്കുന്നത്, അല്ലാതെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടല്ല. സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥയുള്ള സമൂഹത്തെയാണ് മുന്നോട്ട് കൊണ്ടുവന്ന് സമത്വം എന്ന ആശയത്തിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സംവരണം കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ സംവരണത്തിന് കേരളത്തിൽ എതിര് നിൽക്കുന്നവരാരാണ്? ആദ്യം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കൂടിയ ആളുകൾ, അല്ലേ? അതാണ് അവിടുത്തെ ഒരു അപഹാസ്യമായിട്ടുള്ള കാര്യം. ഇനി സംവരണത്തിനെ പറ്റി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ സംവരണം എന്ന് പറയുമ്പോൾ 7% മാത്രമേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ തൊഴിൽ മേഖലയുടെ 7% മാത്രമാണ് ഈ പൊതുമേഖലയിൽ മാത്രമേ സംവരണമുള്ളൂ, അല്ലേ?
എയ്ഡഡിൽ പോലും ഇല്ല, എയ്ഡഡ് സ്കൂളുകളിലില്ല, അൺഎയ്ഡഡിൽ ഇല്ലേ ഇല്ല. ഈ പൊതുമേഖലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ മേഖലകളിലില്ല. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇല്ല, കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇല്ല, പ്രതിരോധ മേഖലയിൽ ഇല്ല. അവിടെ ഒന്നും കൊടുക്കാതെയാണ് കംപ്ലീറ്റ് സംവരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 7% വരുന്ന ഈ തൊഴിൽ മേഖലയിൽ കൊടുക്കുന്നത് മാക്സിമം 50%. മാക്സിമം 50% എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു 27 പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മണ്ഡൽ കമ്മീഷനിൽ. അവർ 27% കൊടുത്തേ മതിയാകൂ എന്നാണ് മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിംഗ് വരുന്നത്. പിന്നോക്ക സമുദായങ്ങൾക്ക് 27% കൊടുക്കും. 50% ആണ് നമ്മൾ മാക്സിമം 50% എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 50% കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയുണ്ട്? ടോട്ടൽ ഉദ്യോഗങ്ങളുടെ അല്ലെങ്കിൽ ജോലിയുടെ 3.5% മാത്രമാണ് ഈ സംവരണത്തിലൂടെ ലഭിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, നമ്മളിപ്പോൾ ഭരണം എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നുണ്ട്, ഇത് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ 3 സെക്ടറിൽ അല്ലെങ്കിൽ 3 സ്ട്രീമിൽ 2 സംവരണം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ക്വാളിറ്റി നഷ്ടമാവും എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്, മെറിറ്റ് എന്ന് പറയുന്നത്, ഈ ചിന്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത് മെറിറ്റ് എന്ന് പറയുന്നത് സവർണതയാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സവർണതയാണ് മെറിറ്റ്. മെറിറ്റ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതല്ല സംവരണം. മെറിറ്റ് ഉണ്ടായിട്ടും പിന്നോക്കം നിൽക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് സംവരണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പൊതുമരാമത്ത്, എക്സൈസ് കരാറുകൾ, സർക്കാരിൻ്റെ കരാറുകളൊക്കെ ഉണ്ടല്ലേ, ആ സമയത്തൊക്കെ അത് ആർക്കാ കൊടുക്കുക? പൊതുമരാമത്ത് ആർക്കാ കൊടുക്കുക? ഒരു ദളിതിന് കൊടുക്കുമോ? റിയലി ഇമ്പോസിബിൾ അല്ലേ? എക്സൈസ് കരാറുകൾ, സഹകരണ വായ്പകൾ. നാളെ അശോകൻ ചെരുവിലിൻ്റെ ഒരു കുറിപ്പ് കണ്ട്, വായ്പ, ഈ സഹകരണ വായ്പ കൊടുക്കുന്ന സമയത്ത് അശോകൻ ചെരുവിൽ തന്നെ, ഇടതുപക്ഷം തന്നെ, അദ്ദേഹം പറയുണ്ടായി, ഒരു സ്ത്രീ എണീറ്റ് നിൽക്കുന്നു, എനിക്ക് ആവശ്യമുണ്ട് പശുവിനെ വാങ്ങാനുള്ള വായ്പ. അവിടെ ഇരിക്കൂ, നിങ്ങളുടേത് വേറെയാണ്, നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ടവരല്ല, അവർ SC കാറ്റഗറിയിൽപ്പെട്ട, അതിന് നിങ്ങൾക്ക് വേറെയുണ്ട്, ഇത് അതിനുള്ളതല്ല, അത് ജനറലാണ്. അപ്പോൾ ജനറലാണെങ്കിൽ അതൊക്കെ ആർക്കുള്ളതാണ് എന്നുള്ള ഒരവസ്ഥയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്വകാര്യ മേഖലയിലെ മാനേജീരിയൽ ജോലികൾ, വൈസ് ചാൻസലർ പദവി ആർക്കാ കിട്ടുന്നത്? ഒരു പിന്നോക്കക്കാരന് പോലും കിട്ടുന്നില്ല, മുസ്ലിമിന് കിട്ടുന്നില്ല, അതേപോലെ തന്നെ കിട്ടി വരുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ ഒരു സാംസ്കാരിക മൂലധനം ഇവർക്കുള്ളത്, ഏറ്റവും ദരിദ്രനായ, പെട്ടെന്ന് നമ്മൾ വളരെ നമ്മുടെ മനസ്സലിഞ്ഞു, ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യം, അയാൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അലിഞ്ഞു പോകും അല്ലേ? നേരെ മറിച്ചൊരു ദളിതാണെങ്കിൽ അതൊക്കെ അവരുടെ അവസ്ഥയാണ് അല്ലേ? അപ്പോൾ ഇവർക്കുണ്ടാവുന്നൊരു സാംസ്കാരിക മൂലധനത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അധികാരികളുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവും. ഇപ്പോൾ അയാളല്ലെങ്കിൽ, അയാൾ പാവാണ്, അയാൾക്ക് ഒന്നുമില്ല, പക്ഷെ അയാളുടെ ബന്ധം ഉണ്ടാവും, നല്ല സ്ട്രെങ്ത് ഉള്ള ആൾ, അയാൾ ഏതെങ്കിലും ഔദ്യോഗിക പൊസിഷനിലായിരിക്കും, അയാൾക്ക് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ദളിതർക്ക് വേണ്ടി ആര് റെക്കമെൻഡ് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. പിന്നെ അവർ ജീവിച്ചു വരുന്ന അന്തരീക്ഷം എങ്ങനത്തെയാണ്, ദളിതൻ ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി എന്തെല്ലാം പിടച്ചിലുകൾ നടത്തേണ്ടി വരുന്നുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. ഇനി സംവരണം ഇല്ലാത്ത മേഖലകളിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുക. സംവരണം കൊടുക്കാത്ത മേഖലകൾ, കേന്ദ്ര സർക്കാർ സർവീസ് അല്ലേ, പത്രസ്ഥാപനങ്ങൾ, അൺഎയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചേഴ്സ്, അവരിലൊക്കെ വളരെ എളുപ്പം ഈ ഹിന്ദുത്വ വളരുന്നുണ്ട്. ഹിന്ദുത്വയുടെ ആശയങ്ങൾ വളരുന്ന ഏറ്റവും നല്ല മേഖലകളാണ് ഈ സംവരണം കൊടുക്കാത്ത സവർണ മേധാവിത്വമുള്ള മേഖലകൾ എന്നത് സൂക്ഷ്മമായിട്ട് കൃത്യമാണത്. കേന്ദ്ര ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞത് തൊഴിലും പഠിച്ചും ഒക്കെയുള്ള ആളുകളാണ്. അതിൻ്റെ അപ്പുറത്ത് യാതൊരുവിധ തൊഴിൽ സംരക്ഷണവുമില്ലാതെ, എനിക്ക് തോന്നുന്നു മൃദുല അത് കുറച്ചുകൂടി നന്നായിട്ട് പറയും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ
ഒരു പുസ്തകം വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പുസ്തകമാണ് നമ്മളിന്ന് അതിഥികൾക്ക് കുറച്ച് പേർക്കൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. മെനി ലൈവ്സ് ഓഫ് സെയ്ദ എന്ന് പറഞ്ഞിട്ട്, സെയ്ദ എക്സ്, സെയ്ദയല്ല സെയ്ദ എക്സ്. അത് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന നിരന്തരം പുറത്താക്കപ്പെടുന്ന മനുഷ്യർ. ഡൽഹി വികസിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ പൊല്യൂഷനാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കുക. അങ്ങനെ പുറത്താക്കി വരുന്ന ഈ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ, അത്ഭുതം തോന്നി എനിക്കത് വായിച്ചിട്ട്. അവർ ചെയ്യുന്ന ജോലികൾ മാറി 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 അവരുടെ കൈകൊണ്ട് ചെയ്യാനുള്ളൊരു ടാലൻ്റ് ഉണ്ട്. അത് മുന്നോക്കക്കാർക്ക് ഇല്ല, സെമറ്റിക് മതക്കാർക്കും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കുറച്ച് നെയ്ത്തുകാരും ഒക്കെ തീർച്ചയായിട്ടും കീഴാള സെമറ്റിക് മതങ്ങളിലുള്ളവർക്ക് ഉണ്ടാവാം. അവർ ചെറിയ സമയം കൊണ്ട് അവർ പഠിച്ചെടുക്കുകയാണ്. ചെറിയ ചെറിയ വീട്ടിലിരുന്നു കൊണ്ട് അമ്മമാർ, സ്ത്രീകളാണിത് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ഈ ഇതുണ്ടല്ലോ, ആൽമണ്ട്, നമ്മുടെ ബദാം, അത് തോല് പൊളിച്ച് പീൽ ചെയ്ത് അവർ പാക്കറ്റിലാക്കുന്നു. 25 കിലോ പാക്ക് ചെയ്ത് അവർക്ക് കിട്ടുന്ന 50 റുപ്യ. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വരുന്നത്. പിന്നെ അവർ ചെയ്യുന്നത് ജീൻസ്, ഡ്രസ്സിൻ്റെയൊക്കെ അത് വള്ളികൾ ഉണ്ടാക്കുക, ചായ അരിപ്പുകൾ ഉണ്ടാക്കുക, വാതിൽപ്പിടികൾ ഉണ്ടാക്കുക, പ്രഷർ കുക്കറിൻ്റെ പാർട്ടുകളൊക്കെ അവരാണ് ഉണ്ടാക്കുന്നത്. TV-യുടെ പാർട്സ്. ഇത് ദരിദ്രരും പീഡിതരുമായിട്ടുള്ള മനുഷ്യർ, വർഗീയ കലാപങ്ങളിൽ പെട്ടുപോകുന്നവർ. ഈ സെയ്ദ എന്ന് പറയുന്നത് ഒരു കീഴാള മുസ്ലിം സ്ത്രീയാണ്. അവരുടെ കൂടെയുള്ളതൊക്കെ കുറേ ദളിതരാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഈ മാറുന്ന സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളെ ഇവരൊക്കെ അതിജീവിക്കുന്നത് എന്ന് അത്ഭുതം തോന്നാം. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി, കോവിഡ് കാലത്ത് നമ്മുടെ കീഴാളരായ മനുഷ്യർ, കീഴാളർ എന്ന് പറയുന്നത് പോലും ശരിയല്ല, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട SC ST കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കാൻ പെടഞ്ഞത് എന്ന് കൂടുതൽ മൃദുല പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദിവാസി വിഭാഗങ്ങളിലേക്ക് നോക്കിയാലും ഇത് തന്നെ. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും രണ്ട് കൂട്ടരും ജനാധിപത്യ വികസന പ്രക്രിയകളിൽ ഉപകരണങ്ങൾ മാത്രമാണ്. അവരുടെ നിശബ്ദമായ പങ്കാളിത്തം തമസ്കരിക്കപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിലെ ആൻറ്റി കൊളോണിയൽ സമരങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ആകമാനം ആദിവാസികളാണ് ഈ സമരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ അവരുടെ ജ്ഞാനം, ഞാനിപ്പോൾ പറഞ്ഞില്ല, അവരുടെ കൈത്തൊഴിലിലുള്ള ജ്ഞാനമൊക്കെ നമ്മൾ ജ്ഞാനമല്ല, കൃഷിയിലുള്ള ജ്ഞാനം നമ്മൾ ജ്ഞാനമായിട്ട് കരുതിയിട്ടില്ല. കൊട്ടനെയ്ത്ത് അതുപോലെയുള്ള ജ്ഞാനങ്ങൾ അതൊക്കെ ഇന്ന് ആവശ്യമാണ് ടൂറിസം മേഖലയിലൊക്കെ. പക്ഷേ ഇപ്പോൾ അവരെ മാറ്റിയിട്ട് പകരം ഈ കൈത്തൊഴിൽ ഇവരിൽ നിന്ന് പഠിച്ചവരെ, അവരെ ബാംബു കോർപ്പറേഷനൊക്കെ അവരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനം ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും താഴെയുള്ള മനുഷ്യരുടെ ഈ ജ്ഞാനങ്ങളിൽ നിന്നായിരുന്നു. കൃഷിയുടെ ജ്ഞാനങ്ങളിൽ നിന്ന്, കൈത്തൊഴിലെ ജ്ഞാനങ്ങളിൽ. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയാണ്. എല്ലാ ജ്ഞാനത്തിനു വേണ്ടി പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യവും ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആദിവാസികളെ ഒഴിവാക്കിയിട്ടുള്ള വനസംരക്ഷണമാണെന്ന് നടക്കുന്നത്. കാലങ്ങളായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നവർ, ബ്രിട്ടീഷ് കോളനി കാലത്ത് മുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ നിരന്തരം അധിനിവേശം നടന്നുകൊണ്ടിരുന്ന, വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട, വനവിഭവങ്ങൾ എടുക്കാൻ പറ്റാത്ത, പ്രോട്ടീൻ ഭക്ഷണം പന്നികളെ വേട്ടയാടി കഴിച്ചിരുന്ന മനുഷ്യന്മാരെ അതിൽ നിന്ന് വിലക്കി ഇങ്ങനെ കാലിമേയ്ക്കൽ നിരോധിച്ചു. വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തെപ്പറ്റി ഇന്നലെ സാദേവൻ സഖാവ് പറയുകയുണ്ടായി. എല്ലാ ഹിന്ദു ദൈവങ്ങളെ കൊണ്ടുവന്നു. മേളകൾ, കുംഭമേള, ശബരി കുംഭമേളയെ പറ്റി ഇന്നലെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുണ്ടാവും. അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ മുഴുവൻ മാറ്റി അവരുടെ കഴിവുകളെ തമസ്കരിച്ചു കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാനുള്ളത്, എപ്പോഴും സംവരണം നിർത്തുകയാണ് ഞാൻ, സംവരണം കൊണ്ട് നമ്മുടെ ക്വാളിറ്റി കുറയും എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനാകണം, ഈ ക്വാളിറ്റി ഉള്ളവർ 75 വർഷം തലപ്പത്തിരുന്നിട്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? നേരെ മറിച്ച് എല്ലാ മനുഷ്യർക്കും പ്രാതിനിധ്യമുള്ള, എല്ലാവരുടെ ജ്ഞാനവും അധ്വാനവും ചിന്തകളും സമഭാവനയോടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇന്ത്യക്ക് എത്ര ഉയരങ്ങളിലെത്താനാവും? ഇപ്പോൾ വിഭവശേഷി
മനുഷ്യ വിഭവശേഷി എന്നിവയിലെല്ലാം വളരെ ഉയരത്തിലുള്ള ഒരു ഇന്ത്യ ഇന്നിങ്ങനെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ജാതി നിലനിൽക്കുന്നത് കൊണ്ടും അത് നമ്മൾ നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാനലിസ്റ്റായ രാജേഷ് കോമത്തിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ. നന്ദി ഡോക്ടർ ഖദീജ മുംതാസ്.